ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും വിഷു ആശംസകൾ. രാവിലെ വിഷുവായിട്ട് തോട്ടിയായിട്ട് എങ്ങോട്ടാണെന്നാവും നിങ്ങൾ കരുതുക. ഞാൻ കുറച്ച് കശുവണ്ടി പൊട്ടിച്ചെടുക്കാമെന്ന് കരുതി. ഇന്ന് കശുവണ്ടി തീയലാണ് നമ്മളുടെ വിഷു സ്പെഷ്യൽ. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് 2 പൊട്ടറ്റോ, ഒരു വലിയ സവോള, ഒരു ബൗള് ചെറിയ ഉള്ളി, 2 മുരിങ്ങക്ക, 4 തക്കാളി, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പച്ച കശുവണ്ടി. ഇനി പൊടിവകകളാണ് വേണ്ടുന്നത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി. ഇനി നമ്മൾ ഈ കശുവണ്ടി നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നന്നായിട്ട് കീറി അതിനകത്തുള്ള പരിപ്പ് വെള്ളത്തിലേക്കാണ് നമ്മൾ ഇടുന്നത്. ചെറിയ ചൂടുവെള്ളമാണ്. ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫുള്ള് കറയാകും. ഇല്ല തുണി വെച്ചിട്ടാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. കയ്യിൽ നല്ലതുപോലെ എണ്ണ തടവിയിട്ട് തുണി കൊണ്ടും നമുക്കിതുപോലെ ചെയ്യാം. ഇനി ഒരു പാൻ വെച്ചിട്ട് നമ്മൾ തേങ്ങ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതിനോടൊപ്പം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. നല്ലതുപോലെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കത് മാറ്റാം. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം അതിലേക്ക് 4-5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ടത്. പിന്നീട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഇതിട്ട് നല്ലതുപോലെ വരട്ടിയെടുക്കാം. ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് അതുപോലെ മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ വാടിയതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് ഈ അരപ്പൊന്ന് റെഡിയാക്കാം. നല്ലതുപോലെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇട്ട് അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർത്തത്, അല്ലെങ്കിൽ കഷ്ണം വേകാൻ ബുദ്ധിമുട്ടാകും. നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു തേങ്ങയുടെ അരപ്പാണിത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. ഒന്ന് തിളച്ച് വരുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും, ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഒരല്പം ഉലുവാപ്പൊടിയാണ്. ഇത്ര മതി, കൂടുതലായാൽ കയ്പ്പ് വരും. ഇതും ഇട്ടതിന് ശേഷമാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കശുവണ്ടി ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യുകയാണ്. ഇതിലേക്ക് നമുക്ക് കൊഞ്ചും കക്കായും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കശുവണ്ടി തീയൽ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.